ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കോടാണ് നിൽക്കുന്നത്. രാത്രി ഒരു 2-2:30 ആയപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. പിന്നെ രാവിലെ കുളിച്ച് മാറ്റി നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ എൻ്റെ നിക്കാഹ് ആനിവേഴ്സറിയും നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് വന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ വിചാരിച്ചു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിസ്റ്ററാണ്. അവളെ വീട് ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ ഒക്കെ. ഫസ്റ്റ് നമ്മൾ പോയത് കടലുണ്ടിയാണ്. രസമാണെന്ന് പറയാം. അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവരെപ്പോഴും വരുന്ന സ്ഥലമാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസിലേക്ക് വന്നത്. കോഴിക്കോട് നമ്മൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 8 സീറ്റുള്ള ഈ ഒരു തോണിയിൽ നമ്മളെ അങ്ങ് ആ കണ്ടൽക്കാടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരും. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ നിന്നിരുന്ന സ്ഥലത്തുള്ള ആ തോണിയൊക്കെ ഫുള്ള് ഫില്ലായിരുന്നു. അത് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഇതിൻ്റെ അപ്പുറം ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഓഫീസുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കയറാം. ഇത് കടലുണ്ടി ബേർഡ് സാഞ്ചുറി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ പാലത്തിൻ്റെ അപ്പുറം വശം കായലും ഇപ്പുറത്ത് കടലുമാണ്. ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. ഒരു ആളൊഴിഞ്ഞ് തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയിരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. പൊതുവെ കോഴിക്കോട് സിറ്റിയും അതുപോലെ തന്നെ ഫുള്ള് ആളൊഴിയാതെ ഫുള്ള് തിരക്കും കാര്യങ്ങളും, ബീച്ചിലാണെങ്കിലും ഫുള്ള് തിരക്കൊക്കെ ആയിരിക്കില്ലേ. പക്ഷെ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഒഴിഞ്ഞ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇരിക്കാം. ഇത് കാണുമ്പോഴാണ് എനിക്കതാ ഇഷ്ടം. പക്ഷെ ചെമ്പനായിട്ട് ഇങ്ങോട്ട് ചിരിക്കി അതിന്റെ തലമുട്ടി. ഹലോ, തലമുട്ടിയാ അങ്ങനെ നമ്മൾ ആദ്യം ഈ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു. നല്ല രസമായിരുന്നു, നല്ല കാറ്റായിരുന്നു. അപ്പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് മീൻ പിടിക്കുന്നതൊക്കെ കാണാം. ഈ വെള്ളമെല്ലാം കാണുമ്പോൾ ആലുവിന് ഭയങ്കര പേടിയാണ്. പക്ഷേ ഏനോനും അന്നൂനും ആണെങ്കിൽ ഒരു പേടിയില്ല. വെള്ളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു. ആലു പണ്ട് ഭയങ്കര ഉഷാറായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനും ബീച്ചിൽ കളിക്കാനൊക്കെ. ഇപ്പം വലുതാവും തോറും അവൾക്ക് ഭയങ്കര പേടിയായിട്ട് വരിക. നമ്മൾ തന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾ പേടിച്ചിട്ട് കരയുവാണ്. അവൾ മാറി മാറി ബേക്കിലേക്ക് നിൽക്കുകയാണ്. ആലു പോകുന്നത് കണ്ടാലറിയില്ല പേടിച്ചിട്ടാണ് എന്നുള്ളത്. അന്നുവിൻ്റെ നല്ലൊരു ഫോട്ടോയും വീഡിയോയും കിട്ടാനുള്ള ഒരു തന്ത്രപ്പാടാണ് നമ്മൾ കാണുന്നത്. വെൽക്കം ടു അങ്ങനെ നമുക്കും ഒരു തോണി കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൽ കയറി. ഞങ്ങളാകെ 4-5 പേരല്ലേ ഉള്ളൂ. 4 വലിയൊരു 3 കുട്ടികളും. പക്ഷെ ഇതിൽ ഒരു 8 പേർക്ക് വരെ പോവാന്നാണ് പറയുന്നത്. ഒരുപാട് പേരൊക്കെ ആയിട്ട് നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ ചില്ല് ചെയ്ത് പോകുന്ന ഭയങ്കര രസമാണ്. ഇതിൽ നമ്മൾ കയറുന്നതിന് 8 പേര് എത്ര പേരുണ്ടെങ്കിലും നമ്മൾ 1000 രൂപയാണ് ഇവിടെ പേ ചെയ്യേണ്ടത്. അത് 8 പേര് പോയാലും നമ്മൾ 2 പേര് മാത്രമേ ഉള്ളെങ്കിലും ആ 1000 രൂപ തന്നെ അവർക്ക് കൊടുക്കണം. കുട്ടീനെ ശ്രദ്ധിക്കട്ടോ. ബാപ്പ നല്ല ഫോട്ടോ ഇട്ട് വരുമ്പോ എന്റെ ഫോട്ടോ എല്ലാം അറിയാൻ നിൽക്കണ്ട. അങ്ങോട്ട് പോയി പാടിക്കോളൂ.
അതിലെ കാറും ഇല്ല. ഇവിടെ അതേപോലെ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ടില്ലേ? നമ്മൾ മുന്നോട്ട് പോകുന്തോറും ആഴം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തില്ലേ അത്രയൊക്കെ ആഴം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും, ഒരുപാട് ആഴമുണ്ട് എന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ പാലമില്ലേ, പാലത്തിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നല്ല ആഴം ഉണ്ടായിരുന്നു. ഒട്ടും പേടിയില്ലാത്ത ഒരാളെയാണ് നമ്മൾ കണ്ടത്. അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങാനായിരുന്നു കരച്ചിൽ. എന്നാൽ ഇപ്പുറത്തെ ഒരാളോ വെള്ളത്തിലേക്ക് വരാനേ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഇതായിരുന്നു. ആ കണ്ടൽക്കാടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഒരു വ്യൂ ഭയങ്കര രസമായിരുന്നു. ഫുള്ള് ഗ്രീനറിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പക്ഷികളുടെ സൗണ്ടൊക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കുക കേട്ടോ. നമ്മളെ തോണി ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ പോവും. ഇതിൻ്റെ അപ്പുറത്തൊക്കെ പാലമുണ്ട്. ആ പാലത്തിൻ്റെ അതിൽ കൂടെയൊക്കെ ട്രെയിൻ പോകുന്നതും കാണാം. അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആനിവേഴ്സറി ഒക്കെ അല്ലേ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഭാഗം. നമ്മളിങ്ങനെ കൊണ്ടുപോകും ഇതിലൂടെ. രാജധാനിയാണ്, രാജധാനി. ആർക്കും അറിയില്ല. ആരും പ്രതികരിക്കില്ല. വയനാട്ടിൽ ട്രെയിനും കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര വലിയ കാഴ്ചകളായിരുന്നു. ടോട്ടൽ 1 ഹവറാണ് നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഇത് 2 മണിക്കൂർ വരെ ഉള്ളതുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ കുട്ടികളൊക്കെ ആയിട്ടല്ലേ 1 മണിക്കൂർ മാത്രമാണ് നമ്മൾ ഇതിലൂടെ പോയത്. ഈ 1 മണിക്കൂർ നമുക്ക് പോയതേ അറിഞ്ഞില്ല. ഒട്ടും ബോറടിച്ചതുമില്ല. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കോഴിക്കോട് വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. മര്യാദയ്ക്ക് തോണി തുഴഞ്ഞിരുന്ന മൂപ്പര കയ്യിൽ നിന്ന് ആ തോണീൻ്റെ കോലെല്ലാം വാങ്ങിയിട്ട് ഇതാ തുഴയാൻ ശ്രമിക്കുകയാണ്. ഇതൊരു സംഭവമല്ല എന്നുള്ള ഒരു ഭാവത്തിൽ ആ മൂപ്പരെയും സമ്മതിക്കണം. കാരണം 1 മണിക്കൂർ ഇതുപോലെ എത്ര ട്രിപ്പ് ദിവസം ഉണ്ടാവും. ഇത് മൊത്തം കൈകൊണ്ട് തുഴഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. നിശ തെറ്റിയ ഇറങ്ങി പോന്ന മതിയോ? നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. 3-4 ട്രെയിൻ കണ്ടു. ആണോ? അല്ല, ഇതിൻ്റെ ഇടയിൽ ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയെല്ലാം പറഞ്ഞപ്പോൾ അവർ എന്നെ കൊണ്ട് ട്രെയിനിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര കളിയാക്കുമായിരുന്നു. ആരെങ്കിലും ഒക്കെ ട്രെയിനിൽ കയറാത്ത എപ്പോഴും ഉണ്ടോ? ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ ആകെ കൂടി ജീവിതത്തിൽ ട്രെയിനിൽ കയറിയത് ഊട്ടി പൊയ്പാട്ടോ ട്രെയിനിൽ മാത്രമാണ്. അല്ലാതെ ഈ സദാ പോകുന്ന ട്രെയിനിലൊന്നും കയറിയിട്ടില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ വേറൊരു അതിശയമായിട്ടുള്ളൊരു സംഭവം കണ്ടു. ഒരു ട്രെയിനിൻ്റെ ആ ബോഗീൻ്റെ പകരം ഒരുപാട് ട്രാക്ടർ ഇല്ലേ, അതിങ്ങനെ കൊണ്ടുപോകും. വലിയ മാലായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണി തുടങ്ങിയിട്ട് നമ്മൾ വരും വരെ മഴ തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോറ് കിട്ടിയില്ല. കുറേ അലഞ്ഞ് ഒരു വൃത്തിയില്ലാത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഒന്നും നോക്കാതെ ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബോംബെ ഹോട്ടലിലാണ് വന്നത്. അവിടുന്ന് ആ ഒരു ഷെൽഫിൽ കണ്ട ഏകദേശം സ്നാക്സും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. എല്ലാ സ്നാക്സും നമ്മൾ ഓരോരുത്തർ ട്രൈ ചെയ്യാന്നുള്ള ആ ഒരു രീതിയിൽ
പിന്നെ നമ്മൾ കുറ്റിച്ചിറ കുളം കാണാൻ വേണ്ടി വന്നു. ഇവിടെ പള്ളിയിൽ അവർ നിസ്കരിക്കാൻ കയറിയപ്പോഴത്തേന് നമ്മൾ ഈ പള്ളിയും അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള കുളം എല്ലാം കണ്ടു. തിരിച്ച് പിന്നെ നമ്മൾ ബീച്ചിലെത്തിയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. എന്നാലും ചെറുതായിട്ട് നമ്മൾ അതിൽ കൂടെ ഒന്ന് നടന്നു. ഈ ടൈമിൽ നമ്മളൊരു 4 മണി 5 മണിക്കൊക്കെയാണ് വന്നത്. പക്ഷെ ഭയങ്കര ഇടാൻ പോലെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന് അന്ന് രാത്രിയായിരുന്നു ഈ കടൽ ഉൾവലിഞ്ഞു എന്നുള്ള ആ ന്യൂസൊക്കെ വന്നത്. എന്നിട്ട് എല്ലാവരും നമ്മളെ കളിയാക്കുകയും ചെയ്തു. നിങ്ങൾ അതിൽ കൂടെ പോയിട്ടാണ്, നിങ്ങൾ കാലുകുത്തിയിട്ടാണ് അവിടെ കടൽ ഉൾവലിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ആനിവേഴ്സറി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.